ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിന്ന് പോകുന്നത് ദുബായിലുള്ള ഗ്രീക്ക് ഹാർബർ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാട്ടോ. അപ്പോൾ ഒരുപാട് ദിവസമായി പുറത്തേക്കൊക്കെ ഒന്ന് നല്ലപോലെ ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഓരോ അസുഖങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ശരിക്കും മാറിയിട്ടൊന്നുമില്ല. ഇങ്ങനെ ജലദോഷം പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ കാലാവസ്ഥ അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ അസുഖം എല്ലാവർക്കും ഉണ്ട് കേട്ടോ, ആർക്കും ഇല്ലാത്തില്ല. അപ്പം അങ്ങനെ ഒരുപാട് ദിവസമായില്ലേ വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ വീക്കെൻഡിനാട്ടോ ഈ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ സവാദിക്ക് ആമിയൊക്കെ ഉണ്ട്. പിന്നെ സവാദിക്കൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ അവിടേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പം എല്ലാവരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യുകയും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായല്ലോ അല്ലേ. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മക്കൾക്കും മൊത്തത്തിൽ ഇങ്ങനെ ചടപ്പായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ ദുബായ് ഇങ്ങനെ രാത്രി കാണാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇങ്ങനെ നമ്മുടെ സഞ്ചാരിയിലൊക്കെ പറഞ്ഞ പോലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല രസമാണ്. ഇങ്ങനെ ഓരോ ഫ്ലാറ്റിലെ കളറും ഇങ്ങനെ ലൈറ്റ്സൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഈ ഏരിയയിലേക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറി അവിടുന്ന് മുകളിലേക്ക് കയറിയിട്ട് പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അപ്പം നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി വേഗം നടന്ന് പോവാം കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച അത്ര അല്ല നടന്നത്. അപ്പോൾ കുറച്ചധികം നടക്കും. പിന്നെ ഇപ്പോൾ ഇങ്ങനെ തണുപ്പായതുകൊണ്ടാണോ തോന്നുന്നു ഇപ്പം എല്ലാവരും പെറ്റ്സിനെയൊക്കെ ഇങ്ങനെ കൂടെ നടത്തിക്കുന്നത് കണ്ടു. ഇപ്പം ആദ്യമൊന്നും ഞാൻ അങ്ങനെ വല്ലാതൊന്നും കാണാറുണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ എല്ലാവരും ഡോഗിനെയൊക്കെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പെറ്റ്സിനെ കാണുമ്പോൾ എനിക്കിങ്ങനെ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ തൊടാനൊന്നും ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് പേടിയാണ്. പക്ഷെ ഇങ്ങനെ വിട്ട് നിന്ന് കളിപ്പിക്കാൻ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അവിടേക്ക്. അപ്പോൾ അവിടെ അവരാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. സദുക്കൻ്റെ ബ്രദറും ഫാമിലിയും കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവരവിടെ. ബോട്ടിങ്ങിലൊക്കെ ബോട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ബോട്ടിങ് ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ അവർ ടിക്കറ്റിൻ്റെ ഇതിൽ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെതാ നമ്മളിവിടെ എത്തി. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ അവിടെ കാണാനായിട്ട്. മൊത്തത്തിൽ എന്താ പറയുക, അതൊക്കെ കണ്ണുകൊണ്ട് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമല്ലേ. ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഭൂമിയിൽ ഇങ്ങനെ ഇവരുണ്ടാക്കിയിട്ടിട്ട് നമുക്ക് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. അപ്പം നല്ല നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ എല്ലായിടത്തും കാണാൻ. ഇങ്ങനെ രാത്രി ആയതുകൊണ്ട് ഭയങ്കര വെളിച്ചവും പിന്നെ ഈ കുറച്ചുകൂടി ഒരു ഈവനിങ് ടൈമിലൊക്കെ എത്തിയാലും നല്ല വെളിച്ചത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് രാത്രി ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ നേരത്തെ ഇറങ്ങാൻ നോക്കിയാലും രാത്രിയാവും. പിന്നെ മക്കളൊക്കെ ഉള്ളതല്ലേ, അവർക്കുള്ള ഫുഡും കാര്യങ്ങളും കൊടുക്കലും നമ്മളെ ഫുഡ് കഴിക്കലും മാറ്റലും ഇറങ്ങലൊക്കെ കഴിയുമ്പോഴത്തേന് എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എന്നും. പിന്നെ ഒക്കെ കഴിഞ്ഞ് രാത്രി ആവാൻ നേരമൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ രാത്രി ഇവിടെ പ്രത്യേക ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടെ ഒരു ഫൗണ്ടെയിൻ കണ്ടോ. ഈ ഫൗണ്ടെയിൻ ഇങ്ങനെ പെട്ടെന്ന് വലുതാവും. പിന്നെ ഇങ്ങനെ ഒരാൾ രണ്ടാൾ ഇങ്ങനെ ഉള്ളിലൂടെ നടന്നു പോവാൻ പാകത്തിന് അതുപോലെ വലുതായി കാണിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. എന്ത് രസമാണ് ലൈറ്റ്സൊക്കെ കാണാൻ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വേഗം പോയിട്ടോ. ഇവരൊക്കെ മുന്നിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ വേഗം പിന്നെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ്. അപ്പം നമ്മൾ ഫെസ്റ്റിവൽ സിറ്റിയിലേക്കാണ് വിചാരിച്ചിട്ടാണ് പിന്നെ ടിക്കറ്റ് എടുത്തത്. പക്ഷെ നമ്മൾ കയറിയ ബോട്ട് ചെറുതായിട്ടൊന്നും മാറിപ്പോയിട്ടോ. ഇതാട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട്. അപ്പോൾ ജദ്ദാഫിലേക്കാണ് ഈ ബോട്ട് പോകുന്നത്. നമ്മൾക്ക് ഫെസ്റ്റിവൽ സിറ്റിക്കുള്ള ബോട്ടിലേക്കായിരുന്നു കയറാനുണ്ടായിരുന്നത്. എന്തായാലും അതൊന്നും നമ്മളിപ്പോൾ അറിയുന്നില്ല കേട്ടോ. അതൊന്നും കയറി അവിടെ ഇറങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മളിതൊക്കെ അറിയുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഒരു ബോട്ട് യാത്ര ആയി. നമ്മൾ വേഗം പോയപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഫുള്ള് പിന്നെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നിലേക്ക് പോയിരുന്നു. പക്ഷെ മുന്നിൽ പോയപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും പുറത്തേക്ക് അങ്ങനെ കാണാനായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഗ്ലാസ്സിലാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് ഇരുന്നൊക്കെ നോക്കാം. പിന്നെ മക്കൾ
എപ്പോഴത്തും പോലെ നല്ല കളിയാണ്. അവർക്ക് ബോട്ടായാലും പ്ലെയിൻ ആയാലും ബസ്സായാലും കാറായാലും ഒക്കെ ഒരേപോലെ ഓടിക്കളിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ നിന്നൊക്കെ എണീറ്റ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ വിൻഡോൻ്റെ അവിടെയൊക്കെ പോയിന്ന് വീഡിയോ എടുക്കുന്നത്. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള, നമ്മളിപ്പോൾ കയറിയില്ലേ ഗ്രീക്ക് ഹാർബർ, അവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ടൈറ്റാനിക്കിൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കുക. പിന്നെ പകലൊക്കെ ആകുമ്പോൾ നല്ല വെളിച്ചത്തിലെടുക്കുക. ഇപ്പോൾ രാത്രി ആയിപ്പോയില്ലേ. എന്തായാലും ഇത് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ കയറണം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ബാക്കി ഇങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ എല്ലാവരും ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ചെറിയ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർ ഒരുപാട് പേര് ഇപ്പോഴും പുറത്തേക്കൊക്കെ ഇറങ്ങാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മളായിട്ട് മനസ്സ് വിചാരിച്ചിറങ്ങിയാൽ തന്നെ കേട്ടോ നമുക്കൊക്കെ കാണാനും ഇങ്ങനെ സന്തോഷിക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലാച്ചാൽ നമുക്കിങ്ങനെ, ഞാൻ ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ചെറിയ കുട്ടികളായതിൻ്റെ ഒരു കല്യാണത്തിനോ പരിപാടിക്കോ ഒന്നും പോവില്ല, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിക്കായിരുന്നു ചിലപ്പോൾ ഞാനും കുട്ടികളാവുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു. പക്ഷെ എനിക്ക് കുട്ടികളായി കഴിച്ചിട്ട് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ അന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ അവർക്ക് ഇറങ്ങാൻ നേരം അവർക്കുള്ള ഫുഡ് കൊടുക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. നമുക്ക് ഒരുപാട് പണികൾ വേറെയുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് അതിനേക്കാളുപരി പുറത്തിറങ്ങുക, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അതുകൊണ്ടായിരിക്കും എനിക്കത് അത്ര വലിയൊരു ബുദ്ധിമുട്ടായി തോന്നാത്തത്. എപ്പോൾ ഏത് നട്ടപ്പാതിരക്ക് പോകാറുണ്ടാലും ഞാൻ റെഡിയാട്ടോ ഇറങ്ങാൻ, മക്കളെയും കൊണ്ടിട്ട് ഇറങ്ങാൻ. ഞാനെപ്പോഴും ബാഗിൽ അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി തന്നെ വെക്കും. ഇങ്ങനെ സ്നെഗ്ഗി, ഒരു കൂട്ടം ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ ബാഗിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് എപ്പോഴാണ് ഇങ്ങനെ ഇവിടെ അങ്ങനെയാണ്, നമ്മൾ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മളോട് പെട്ടെന്ന് ചിലപ്പോൾ ഹസ്ബൻഡൊക്കെ വരുന്ന വഴിക്ക് വിളിച്ച് പറയും ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും, അപ്പോഴേക്കും മാറ്റിക്കോന്ന്. അപ്പോൾ കുട്ടികളെ മാറ്റിച്ച് വേഗം ഓടിച്ചാടി ഇറങ്ങാൻ പറ്റണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഞാനിങ്ങനെ ബാഗിൽ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം നമ്മളിപ്പോൾ അതാ ജദ്ദാഫിൽ എത്തിയിട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോഴൊന്നും വിവരങ്ങൾ മനസ്സിലായിട്ടില്ല, നമ്മൾ ജദ്ദാഫിലേക്കാണ് വന്നത് ഇറങ്ങുന്നത് ഒന്നും. പിന്നെ അവിടെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇവിടെയാണ് എത്തിപ്പെട്ടത്. അപ്പോൾ 2 ബോട്ട് ഉണ്ട്. അപ്പോൾ ഒന്ന് ജദ്ദാഫിലേക്കും ഒന്ന് ഫെസ്റ്റിവൽ സിറ്റിക്കും ഉള്ളതാണ് എന്നുള്ളതൊക്കെ മനസ്സിലായത് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എത്തിയെടുത്തെത്തി, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോകാനുള്ള ടൈമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വിധം ലേറ്റ് ആയിട്ടുണ്ട്. 9 മണി വരെ ഉള്ളൂ ബോട്ടിങ്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയില്ല. അപ്പം നമ്മളിതാ ഇവിടെ എത്തി, ജദ്ദാഫിലാണ് കേട്ടോ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങി അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അധികം നേരമൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് നേരം ഇരുന്നു, ഒരു 5-10 മിനിറ്റ് അവിടെ ഇരുന്ന്. എന്നിട്ട് തിരിച്ച് വീണ്ടും ഗ്രീക്ക് ഹാർബറിലേക്കുള്ള ടിക്കറ്റ് തന്നെ എടുത്തുട്ടോ. എന്നിട്ട് ഈ ബോട്ട് അവിടെ പോയി തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ വീണ്ടും ഈ ബോട്ട് അവിടെ പോയി തിരിച്ച് വന്നിട്ടില്ല. ഈ ബോട്ട് തിരിച്ച് പോകുന്നതിൽ തന്നെ ഞങ്ങൾ വീണ്ടും ഗ്രീക്ക് ഹാർബറിലേക്ക് തന്നെ പോയി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കയറിയില്ലേ ആ ഭാഗത്ത് തന്നെ സീറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ അവിടെ ആകുമ്പോൾ വിൻഡോ സൈഡിലൊക്കെ സീറ്റ് കിട്ടിയപ്പോൾ നല്ല ഭംഗിക്കൊക്കെ എടുക്കാണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് പോയ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് തിരിച്ച് എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ആ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്ത് വന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് തന്നെ അങ്ങനെ പോകാനാണ് ചാൻസ് ഉള്ളത്. നമുക്ക് ഏതായാലും നമ്മൾ ഈ ഭാഗത്ത് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഭാഗത്തേക്ക് വരണം. അപ്പോൾ ബോട്ടിങ് നിർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാക്സി വിളിച്ച് വരാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ എന്തായാലും ആ റിസ്ക് ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറൊരു ദിവസം ഫെസ്റ്റിവൽ സിറ്റി പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി ഇറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് ഇറങ്ങി. എന്തായാലും ഒരു ബോട്ടിങ് കുഴപ്പമില്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണാനുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിട്ടോ. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. എനിക്ക് ഇവരെല്ലാവരും കൂടി പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടോ. പക്ഷേ ഞാൻ അപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഈ ഗ്രീക്ക് ഹാർബറിൽ തന്നെ ഒരുപാട് കാണാനുണ്ട്. അവിടെ കാണാതെയാണ് നമ്മൾ അവിടേക്ക് പോകാനുണ്ട്. പിന്നെ അവിടെ ബോട്ടിങ്ങിന് എന്തോ 2 ദിർഹം എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾക്ക്. അങ്ങനെയാണ് അവിടെ പോയി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതേതായാലും അങ്ങനെ ഇതായിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് വേറൊരു ദിവസം പോവാം.
ഇവിടെ പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻ്റ് ആവട്ടെ വെച്ചിട്ട് ഈ വാട്ടർ ഫൗണ്ടൈൻ്റെ അവിടെ വന്നിട്ട് എല്ലാവരും വാട്ടർ ഫൗണ്ടൈൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ നമുക്ക് എത്രത്തോളം പകർത്താൻ പറ്റുമെന്നുള്ളത് ഒരു പരിധിയുണ്ട്. പക്ഷെ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതിന് അത് ഒരു നമുക്ക് വീഡിയോയിൽ അതെത്ര ആയാലും അതത്ര അങ്ങോട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ഞാൻ മക്കൾക്ക് കളിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പിന്നെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒന്ന് അവരുടെ ജലദോഷമൊക്കെ ഒന്ന് മാറി വരുന്നുള്ളൂ. പിന്നെ തലയിലും ഡ്രസ്സിലൊക്കെ വെള്ളമാക്കണ്ട വെച്ചിട്ട് എന്നാലും അവർക്കിങ്ങനെ തൊടാനൊക്കെ ചെറിയ ഇത് അങ്ങനെ നിന്ന് കൊടുത്തു കേട്ടോ. ഇത് പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് അധികമായിട്ട് നല്ല ഹൈ ആയിട്ട് പൊന്തി വരും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നല്ല പ്രത്യേക ഭംഗി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് ഓടാം ഇങ്ങനെ. അപ്പോൾ റീൽസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാൻ പിന്നെ അങ്ങനെയുള്ള റിസ്കിനൊന്നും നിന്നിലേക്ക് കുട്ടികൾ എടുക്കാനുള്ളതായതുകൊണ്ടും വേറെ ഡ്രസ്സൊന്നും കയ്യിലില്ലാത്തതായതുകൊണ്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ വ്യൂ പോയിൻ്റ് അവിടേക്കാട്ടോ ഈ കയറി പോകുന്നത്. കുറച്ച് റിസ്ക് ഉണ്ട് മേലേക്ക് നടന്നു പോവാൻ. ഒന്ന് ഉയരത്തിലേക്ക് നടക്കല്ലേ, പിന്നെ കുട്ടികളെ എടുത്ത് നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഇവിടെ വന്നല്ലേ അപ്പം അവിടെയും കൂടി കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ മക്കളെയും കൊണ്ട് പോകുന്ന കേട്ടോ. അപ്പം ശരിക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. നമുക്ക് നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഒരു പേടിയാവുന്ന രീതിക്കൊക്കെ ഉള്ള നമ്മളിങ്ങനെ ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ചുറ്റും നല്ല വെള്ളവുമാണ്, നല്ല പക്ഷെ നല്ലൊരു പ്രത്യേക ഫീല്. ഞാനും കാക്കി രണ്ടാളെ കയ്യിലും മക്കളുണ്ട് കേട്ടോ. മക്കളെ താഴ്ത്ത് വെക്കാതെ ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ നല്ല വെളിച്ചമുള്ള സമയത്ത് പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല ഫോട്ടോസ് എടുക്കുക. പക്ഷെ നല്ല വെയിലും ഉണ്ടാകും. പക്ഷേ ഈവനിങ് ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഇവിടുന്ന് നമുക്ക് ടൈറ്റാനിക്കിൻ്റെ ആ ഒരു രീതിക്കുള്ള ഫോട്ടോസൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഹൈറ്റിൽ നിന്നൊക്കെ ആരെങ്കിലും ഫോട്ടോ എടുക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട് ഓയോസിസ് മാള്. അവിടെ പോയിട്ട് നമ്മൾ KFC കഴിക്കാൻ വിചാരിച്ചു. തിരിച്ചു പോരുമ്പോൾ പിന്നെ സവദ്ക്കൻ്റെ ബ്രദറും വൈഫൊക്കെ അവിടുന്ന് പോയിട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് KFC വാങ്ങി കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം നമ്മുടെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.